ഭയങ്കര ഡള്ളായിട്ടാണോ, എൻ്റെ സ്കിന്നിൽ എന്താ ഫുൾ പിമ്പിളാണോ, എൻ്റെ സ്കിൻ എന്താ അങ്ങനെ ഒന്ന് ഡാർക്കായോ, ടാൻ വന്നോ, എന്താ നല്ല പ്രായം തോന്നിക്കണ്ടല്ലോ അങ്ങനെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ഡേ 4ൻ്റെ വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ സെയിം നമ്മുടെ സ്കിൻ കെയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഇതുവരെ 3 ദിവസം ചെയ്ത ആ സ്കിൻ കെയർ ആയിട്ട് വേറെ ബന്ധമൊന്നുമില്ല. ഇന്ന് വേറെ സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഡയറക്റ്റ് ആയിട്ട് വീഡിയോക്ക് പോകാം. ഓക്കെ, റെഡിയാണോ? അപ്പോൾ മുന്നത്തെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, റിസൾട്ട് ഉണ്ടോ ഒക്കെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വീഡിയോ ലാഗാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്താ ചെയ്യാൻ വിചാരിച്ചത്. മുന്നേ കുറച്ച് സെറ്റപ്പൊക്കെ മുന്നേ സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ വെക്കണം. അപ്പം നിങ്ങൾക്കൊരു എന്തോരം ഇങ്ങനെ അവാർഡ് ഫിലിം പോലെ ഇങ്ങനെ കണ്ടിരിക്കണ്ടല്ലോ. അപ്പം നമ്മൾ നേരെ വീഡിയോക്ക് പോകാം. ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സാധനം ഇതൊന്നും വേണമെന്നില്ല, ആവി പിടിക്കാം. നല്ല രീതിയിൽ ആവി പിടിച്ചിട്ട് ആവി പിടിക്കാനാണ് നിങ്ങളെ വീട്ടിൽ പറയല്, നമ്മളിവിടെ അങ്ങനെയാണ് പറയല്. അപ്പം അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ സാധനം കൊണ്ട് കാണിച്ചത്. അപ്പോൾ നല്ലോണം ആവി പിടിച്ചതിന് ശേഷം ഞാൻ അതിൽ തുളസി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുളസി ഇടുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ പിമ്പിൾസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തുളസി അരച്ചിട്ടാൽ വേഗം മാറും. പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ട്രൈ ചെയ്താൽ അത് ഇങ്ങനെ പാടൊന്നുമില്ലാണ്ട് മാറിപ്പോവും. അങ്ങനെ തുളസിക്ക് ഭയങ്കര ഒരു സംഭവം കേട്ടോ, ഒരു പവർ ഉണ്ട്. അങ്ങനെ ഞാൻ എന്താക്കി, തുളസി ഇതിലിട്ടിട്ട് വെള്ളത്തിലിട്ടിട്ടാണ് ആവി പിടിച്ചത്. എന്നിട്ട് അതിന് ശേഷം എന്താക്കുക, മുഖമൊന്ന് തുടച്ച് വരാം. അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇന്നത്തെ സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതാരും സ്കിപ്പ് ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതെന്ന് പറയുകയാണെങ്കിൽ മസൂൽ ദാലോ, ഒരു ചുവന്ന പരിപ്പില്ലേ, ഇതന്നെ മസൂൽ ദാലല്ലേ, ഈ ചുവന്ന കളറിൽ ഇതന്നെയല്ലോ, അതാണോ ഈ ഒരു സംഭവം, ഇതാണ് എടുക്കേണ്ടത്. ഇതും പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ മസൂൽ ദാല് കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കാം. നല്ലോണം പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഇത് അരയുന്നില്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം അത് മാത്രം എടുത്തിട്ട് അരക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് അത് മിക്സിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് എന്താക്കാം, കുറച്ച് കടലപ്പൊടിയും പിന്നെ പാലും കൂടെ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പാലിന് പകരം വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഞാൻ ഇന്ന് പാലാണ് യൂസ് ചെയ്തത്. അങ്ങനെ അവസാനം ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐസ്ക്രീം കിട്ടും. ബട്ടർ സ്കോച്ച്, ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഒരു മാംഗോൻ്റെ ടച്ച് കൊണ്ട് കിട്ടും. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഫേസ് പാക്ക് ഇത് തന്നെ. അപ്പം ഇതാണ് നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആദ്യത്തെ കോലം. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ മസൂൽ ദാൽ ഇതെന്ന് പറയുകയാണെങ്കിൽ ടാന് പോകാനൊക്കെ ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, എല്ലാ ദിവസവും നമ്മളിങ്ങനെ സ്കിൻ കെയർ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്നും ഇപ്പോൾ ഇതൊക്കെ ഇടണോ, എന്തിനാ, നമ്മൾ നെവർ മൈൻഡ് ആക്കിയിട്ടാൽ നമ്മുടെ സ്കിന്ന് നമ്മൾ നെവർ മൈൻഡ് ആക്കാണ്ട് ഇങ്ങനെ പോകും. അതിൻ്റെ ഇഷ്ടത്തിന് അത് അങ്ങനെ പോകും, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇങ്ങനെ പോവുക. അപ്പോൾ 2 ഡയറക്ഷനിലാവുമ്പോൾ സ്കിൻ എന്താവും, സെറ്റപ്പ് ഒന്നും ആവില്ല. അപ്പോൾ അവസാനം പുറത്തിറങ്ങുമ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടാണോ, എൻ്റെ സ്കിന്നിൽ എന്താ ഫുൾ പിമ്പിളാണോ, എൻ്റെ സ്കിൻ എന്താ അങ്ങനെ ഒന്ന് ഡാർക്കായോ, ടാൻ വന്നോ, എന്താ നല്ല പ്രായം തോന്നിക്കണ്ടല്ലോ അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. അപ്പോൾ അതൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ അതിനെന്താ എൻ്റെ സ്കിന്നല്ലേ, അതിന് ഈ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം, നമുക്ക് നെവർ മൈൻഡ് ആക്കിയിട്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല സെറ്റപ്പായിട്ട് നിൽക്കണമെങ്കിൽ എന്താക്കാം, എന്നും സ്കിൻ കെയർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സ്കിന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നല്ല സ്കിൻ നമുക്കുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ എന്നും സ്കിൻ കെയർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്താക്കും സ്കിൻ കെയറിലേക്ക്. പിന്നെ വേറൊരു സംഭവം, ഈ സ്കിൻ കെയർ ചെയ്യുന്ന വ്ളോഗേഴ്സില്ലേ, അവരുടെ ആദ്യത്തെ വീഡിയോയും ഇപ്പോഴത്തൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ കറക്റ്റ് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും, അവരുടെ സ്കിന്നിലുണ്ടായ മാറ്റം. അപ്പോൾ അവർ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഓരോ സ്കിൻ കെയർ ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക്കലി അവരുടെ സ്കിൻ എന്താവും, സെറ്റപ്പ് ആവും. അതുപോലെ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് മാക്സിമം സ്കിൻ കെയർ ചെയ്താൽ നമ്മുടെ സ്കിന്നും സെറ്റപ്പ് ആവും. ഓക്കെ, പിന്നെ സ്കിന്നിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. ഓരോ സെൻസിറ്റീവ് സ്കിൻ, ഓരോ പല ടൈപ്പ് സ്കിൻ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരെ ഡോക്ടറെ കണ്ടിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് ആക്കാം. ഓക്കെ, ഇത്ര പണിയുള്ളൂ, ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നേരെ എന്താക്കാം, വീഡിയോക്ക് പോകും. ഈ ഒരു സൈഡ് മാത്രം, ഈ ഒരു സൈഡാവുന്നുണ്ട് എൻ്റെ സൈഡ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് നല്ല തേച്ചു. ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. രാത്രി ഇവിടുന്ന് ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങി ഹൈലൈറ്റിൽ പോയി, കുറേ നോക്കി വെസ്റ്റ് സൈഡ് പോയി, അവിടെ നിന്ന് കുറേ തിരിഞ്ഞ് കളിച്ച്. രക്ഷയ്ക്ക് ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ എന്താക്കി, ഞാൻ വിചാരിച്ചു, ഞാൻ ഫസ്റ്റ് ടൈം സെറ്റാക്കി പോയി. പക്ഷേ എനിക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി എൻ്റെ സൈഡിൽ ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ എടുക്കാൻ പോയിക്കോന്നു. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ രക്ഷയ്ക്ക് ഒരു ഡ്രസ്സും കിട്ടിയില്ല. എന്നിട്ട് എന്നോട് സ്പീഡ് എടുക്കുക, വേഗം എടുക്കുക, എനിക്ക് അപ്പുറത്തെ കട കാണുമ്പോൾ അടിച്ചു നോക്കാം അങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഞാൻ എന്താക്കി, ഇതെന്തത്
അപ്പം ഞാൻ മാക്സിമം സ്പീഡ് എടുക്കാം. അവിടെ എത്തിയിട്ട് കുറേ ഡ്രസ്സ് ഉണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാനൊരു സെലക്ഷൻ കുറവ്. അപ്പം എനിക്ക് ഏതങ്ങനെ പറ്റൂല. അവിടെ അവസാനം പറ്റിയിട്ട് എടുത്തു പോരുന്നതോ എന്തോ ഒരു ഉദാമല ഡ്രസ്സൊക്കെ എടുത്തു പോരാം. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അവിടെ പോയി വെസ്റ്റ് സൈഡിൽ പോയി അതായിട്ട് വേറെ ഏതൊക്കെ ഷോപ്പ് പോയി. അപ്പം ചെരുപ്പ് എടുക്കാൻ വേണ്ടി മൂച്ചി കയറി. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചിട്ടൊക്കെ എൻ്റെ സൈസിനുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ഇങ്ങനെ നോക്കി ചെരുപ്പുണ്ടായിരുന്നു. അത് കണ്ട് ക്രോക്സിൻ്റെ അത് കണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ ചെരുപ്പിൽ സൈസും ഇല്ല വിൽക്കാം. അപ്പം എനിക്ക് വിഷമായി അവിടെ നിന്ന് പോകുന്നു. എത്ര മണിക്ക് 2 മണിക്കാണ് പിന്നെ വീട്ടിലെത്തുന്നത്. അത്രയും നേരം അവിടെ പോയിട്ട് ഒരു സാധനം പോലും വാങ്ങിയില്ല. എന്തോ ഒരു കഷ്ടമല്ലേ. അവിടെ പോയിട്ട് വേഗം പോയി ഡൊമിനോസ് പോയി പിസ്സ കഴിച്ച് പോകുന്ന അവസ്ഥയപ്പോൾ. ഇന്നലെ വ്ളോഗ് എടുക്കാനൊക്കെ വിചാരിച്ചിട്ടോ. കുറച്ചെടുത്തപ്പോൾ ഡ്രസ്സ് കിട്ടിയില്ല. പിന്നെ മൂഡ് പോയി. പിന്നെ എന്തിനെടുക്കാൻ പിന്നെ ഇത് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒന്ന് മുക്കത്ത് പോയി നോക്കണോ ഇന്നോ നാളെ എന്തെങ്കിലുമൊക്കെ. എന്നാലും ഡ്രസ്സ് കിട്ടിയാൽ മതി. നല്ല കട്ടിയിൽ ഇട്ട് കൊടുക്കണം. 15 മിനിറ്റാണ് നമ്മൾ. ഓക്കെ, ഇത്ര മതി. 15 മിനിറ്റാണ് ഇതിൻ്റെ ഒക്കെ ഒരു സമയം. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കൂടി ഇടാൻ നിന്നപ്പോൾ എന്താ ചെയ്യുക? വേഗം ഇടുക, പരിപാടി വേഗം കഴിക്കാം. ഓക്കെ, ഇനി നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കാം ഇതൊന്ന് ഉണങ്ങുന്നവരെ. ഓക്കെ, ഇന്നും നമ്മൾ ഉണ്ടാക്കിയ ഇത്രയും ഫേസ് പാക്ക് ബാക്കിയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് നാളെ സെയിം സംഭവം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇടാം. പിന്നെ ഇത് എന്നാലും നാളെ യൂസ് ചെയ്താലും ഇത് ബാക്കി ഉണ്ടാവും. അത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിത്. അതുകൊണ്ട് ഇതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ടാനുള്ള ഭാഗത്ത് കയ്യിലും കാലിലൊക്കെ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുത്ത് ഇട്ട് വെച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അതുപോലെ ഒറ്റ യൂസിലൊന്നും ടാന് മാറില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം, നമ്മൾ എത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നോ എന്നാലേ ഉള്ളൂ നമുക്ക് റിസൾട്ട് ഫീൽ ചെയ്യുക. നമ്മൾ ഈ പാക്ക് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലോ വരും, ഒരു സ്കിന്നിനൊരു ഇത് വരും. പക്ഷെ അത് വെച്ചാൽ അത് നമുക്ക് ആ ഒരു ടൈമിന് റിമൂവ് ചെയ്യുമ്പോൾ ഉള്ള ആ സമയത്തുള്ള ചേഞ്ച് മാത്രമാണ്. പിന്നെ അത് ബാക്ക് ടു നോർമൽ നമ്മുടെ സ്കിന്നിന് അങ്ങനെ പോകും. ഞാൻ ഉദ്ദേശിച്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു റിസൾട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടായ ആ റിസൾട്ട് പെർമനൻ്റ് ടാനൊക്കെ മാറി സെറ്റായിട്ട് സ്കിന്നൊന്ന് സെറ്റപ്പായിട്ട് വരുള്ളൂ. ഒറ്റൊരു യൂസിൽ ആർക്കും ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടൊന്നും ഇങ്ങനൊന്നും മാറാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന എനിക്കുള്ള അനുഭവമാണ്. വെറുതെ എനിക്ക് ഒറ്റ യൂസിൽ തന്നെ ഇത് നല്ലോണം മാറും, ഒറ്റ യൂസിൽ തന്നെ നിങ്ങളെ ടാന് മൊത്തം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞാൽ ശരിക്കും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ വെറുതെ നിങ്ങളെ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മൾ ഇത് മായ്ക്കുമ്പോൾ അപ്പം ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവില്ലേ സ്കിന്നിന്, ആ ഒരു സംഭവം നമ്മൾ സോപ്പൊക്കെ ഇട്ട് മുഖം കഴിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു സംഭവം ഉണ്ടാവില്ല, ഒരു ഫ്രഷ് ആയി ഫീൽ ഉണ്ടാവില്ല. ആ സെയിം സംഭവമാണ് നമ്മൾ ഇതും ഇടുമ്പോഴും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു ഫ്രഷ് ആയി ഫീൽ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ എന്താവും, മെല്ലെ മാറും. കുറച്ച് സമയത്തിന് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ മാറും. അപ്പോൾ നമ്മൾ ഇത് ഡെയിലി യൂസ് ചെയ്താലേ ഉള്ളൂ ആ ഒരു ഫ്രഷ് ആയ പോലെ നമുക്ക് അങ്ങോട്ടേക്കും ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കിൻ കെയർ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യാൻ നോക്കുക. ഒറ്റ യൂസിലൊന്നും ആർക്കും സംഭവങ്ങളൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ വല്ല പാർലറിൽ പോയിട്ട് വല്ല ഫേഷ്യലോ അങ്ങനെ ഒന്നും ചെയ്താൽ മാറുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തില്ല. പിന്നെ ഒരു കാര്യം, നമ്മളെ സ്കിന്നിനെ സ്നേഹിക്കുക, അതിനനുസരിച്ച് നമ്മുടെ സ്കിൻ നമ്മളെ സ്നേഹിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മാറ്റം ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. തിയറി ഒക്കെ പറയാൻ തുടങ്ങിയപ്പം പിന്നെ നമ്മളിപ്പം ഏതൊരു പെരുന്നാൾ സീരീസ്, ഗെറ്റ് റെഡി ഫോർ പെരുന്നാൾ ആ ഒരു ഇതിലേക്ക് എടുക്കണ്ട. നിങ്ങൾക്ക് ഇനി നമ്മൾ വെക്കേഷൻ വരാൻ പോവാണ്. വെക്കേഷൻ വരുന്ന സമയത്ത് ഈ സ്കൂളിലൊക്കെ ഇപ്പോൾ പോയി കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ 10th, അതുപോലെ +1 +2 ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. എന്നാലും കുഞ്ഞു മക്കൾക്കൊന്നും ഞാൻ പറയണില്ല. ഒരു സ്കിന്നൊക്കെ ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ടിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരുക്കൊക്കെ വീട്ടിൽ ഇപ്പോൾ സ്കൂളിൽ പോയി വെയിലാണ് ടാനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഇത് എടുക്കുന്ന ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോഴത്തേനും സെറ്റപ്പായിട്ട് പോവാം. അതും ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുക. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും സ്കൂൾ തുറക്കുമ്പോഴത്തേനും. വീട്ടിലുള്ള കുട്ടികളെ സ്റ്റുഡൻസിനെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുള്ള അമ്മമാർക്കും പണിയൊക്കെ എടുക്കാൻ നേരത്ത് ഇങ്ങനെയൊന്നും ഇട്ടിട്ട് പണിയെടുക്കാൻ നിന്നാൽ അത് നടക്കും, ഇത് നടക്കും. അപ്പം 2 സെറ്റപ്പ്. ഓക്കെ, പണിയെടുത്തുകൊണ്ട് സ്കിൻ ഗ്ലോ ആക്കാം, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പം എൻ്റെ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമുക്ക് പോയി വാഷ് ചെയ്തിട്ട് വരാം. അത്ര പണിയുള്ളൂ. എന്തായാലും ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഞാൻ പോയി വാഷ് ചെയ്യണം അതാക്കണമെന്നും ഞാൻ കാണിക്കില്ല. കാരണം എന്തിനാണല്ലോ വെറുതെ ഞാൻ റിസൾട്ട് ഒന്നേ കാണിച്ചേ, ഞാൻ വാഷ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചാൽ പറയും. അപ്പോൾ എന്തായാലും ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫൈനലി ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടാവും ഒറ്റ യൂസിൽ ഇതിൻ്റെ റിസൾട്ട്. ഇനി മൊത്തം വെള്ളം ഒക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട്. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ദിവസം ഒക്കെ മതിയെങ്കിൽ ഈ ഒരു ഗ്ലോയെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഒറ്റ സെറ്റിട്ട് പരിപാടി നിർത്താം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഇത് ഇങ്ങനെ ഈ സ്കിന്ന് നിങ്ങൾക്ക് എന്നും മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ എന്താക്കുക,
ഒറ്റ ദിവസം കൊണ്ടിട്ട് നിർത്താം. അതാണ് പറയാനുള്ളത്. അപ്പം നല്ല റിസൾട്ട് ഉണ്ടെന്ന് നല്ല റിസൾട്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന പാക്കൊക്കെ മുന്നേ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പാക്കാണ്. ഞാൻ എന്താ നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഓരോ ദിവസം ഓരോ പാക്കാണ് ട്രൈ ചെയ്യല്, ഓരോന്നാണ് ട്രൈ ചെയ്യല്. അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഡിഫറൻസിലുള്ള നല്ലൊരു മാറ്റം തോന്നിയ പാക്ക് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ. അല്ലാണ്ട് ഞാൻ വെറുതെ അതാണ് അതാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, റിസൾട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, എനിക്ക് കണ്ടോ ഒരു ഗ്ലോ ഒക്കെ വന്ന് കണ്ടില്ലേ. ഇതാണ് ഇന്നത്തെ റിസൾട്ട്. ഇനി അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇടുന്നതിന് മുന്നേ ഒന്ന് വേറെ എവിടെയെങ്കിലും ഒന്ന് ഇട്ട് ട്രൈ ചെയ്തിട്ട് ഇടുക. ചാടിക്കറി മുഖത്തിടരുത്. ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണ്, അതും നിങ്ങളും മനസ്സിലാക്കണം. പിന്നെ എല്ലാ സ്കിന്നിലും പറ്റിയത് നിങ്ങളുടെ സ്കിന്നിലും പറ്റണമെന്നില്ല, അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. അതിന് മുന്നേ ചാടി കയറി ഇട്ടിട്ട് എനിക്ക് പിമ്പിൾ ഉണ്ടായി, എനിക്ക് അങ്ങനെ ആയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം എനിക്ക് വൈറ്റമിൻ സി ഫേസ് വാഷുള്ള മാമാർത്തിൻ്റെ ഒക്കെ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്താൽ എൻ്റെ മുഖം ഒന്ന് ഡള്ളാവും, എനിക്ക് പറ്റലുണ്ടാവില്ല. അപ്പം അതാ പറഞ്ഞു, ഓരോ സ്കിൻ ടൈപ്പ് ഓരോ ടൈപ്പാണ്. അപ്പം നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുക, അതെനിക്ക് പറയുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കണ്ടവരെ ബൈ, തരാം.